ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ചർച്ചാ വിഷയം എന്നത് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് നമുക്ക് അറിയാവുന്ന പരിചയക്കാരിലേക്ക്, അതേപോലെ നമ്മളുടെ റിലേറ്റീവ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പറയും നമ്മൾ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്, അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് നിർബന്ധിച്ച് സബ് ചെയ്യിപ്പിച്ച്, അല്ലെങ്കിൽ അവർക്ക് നമ്മളുടെ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ട് നമ്മൾ വാച്ച് ചെയ്യിപ്പിക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഒട്ടുമിക്ക ആൾക്കാരും യൂട്യൂബിൽ പുതുതായിട്ട് വരുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഞാനും ഇതൊക്കെ ഒരുപാട് ചെയ്തതുകൊണ്ടും അത് ചെയ്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ലാത്തത് കൊണ്ടുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ അതാണ്. അപ്പം നമ്മൾ മെയിനായിട്ട് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ പരമാവധി ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ വീഡിയോകളും ചെയ്യേണ്ടത്. എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മളുടെ ചാനലുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ മറ്റെല്ലാവരും പറയുന്നത് പോലെ ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കൊണ്ട് വാച്ച് ചെയ്യിപ്പിച്ചത് കൊണ്ടൊന്നും നമ്മളുടെ യൂട്യൂബ് ചാനൽ ഒരിക്കലും മുന്നോട്ട് പോവുകയില്ല. അപ്പം മുന്നോട്ട് പോകാൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യമാണ് ഇനി ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ചാനലിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് അതിന് വേണ്ടത് ഒരു മെയിൻ സംഗതി എന്നത് അതിൽ നമുക്ക് ഒരു പ്രോപ്പറായ ഓഡിയൻസ് ഉണ്ടായിരിക്കണം. ഒരു പ്രോപ്പറായ ഓഡിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളുടെ ചാനൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ഇതിൻ്റെ അടുത്ത് ഞാൻ ഒരു യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ ഞാൻ കാണുകയുണ്ടായി. അവർ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ തനി ഉടായിപ്പാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന ഒരു സംഗതി, മെയിനായിട്ടുള്ളൊരു ചാനലാണ്. അപ്പോൾ ആ ചാനൽ പറയുന്ന ഒരു സംഗതി എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പം നമ്മൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് അടിയിൽ പോയിട്ട് നമ്മൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമൻറ്റിൽ ആൾക്കാർ ശ്രദ്ധിക്കുകയും അതുവഴി നമ്മളുടെ ചാനലിലേക്ക് ആൾക്കാർ വരും എന്നാണ് ഇവർ പറയുന്നത്. ഇതേപോലുള്ള ഒരുപാട് ഫ്രോഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നവരുണ്ട്. ഇതൊക്കെ വളരെ മോശമായ ഒരു കാര്യമാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ യഥാർത്ഥ സംഗതി എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് വേണം ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ. അവർ കുറച്ച് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഈ കാര്യങ്ങൾ പറഞ്ഞതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞത് പോയിന്റിൽ നിന്ന് മാറിപ്പോയി എന്ന് തോന്നുന്നു. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാം. നമുക്ക് നമ്മളുടെ ചാനലുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് നമുക്ക് തീർച്ചയായിട്ടും ഓഡിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ ചാനൽ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായ അല്ലെങ്കിൽ ജെന്യുവനായ നമ്മൾക്ക് ഉപകാരപ്പെടുന്ന ഓഡിയൻസിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഒരു ചെറിയ ട്രിക്കാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. നമ്മൾ എല്ലാവരും യൂട്യൂബ് അതേപോലെ തന്നെ ഗൂഗിളൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. നമുക്ക് അറിയാത്ത എന്തെങ്കിലും ഒരു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം സെർച്ച് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഗൂഗിളിലായിരിക്കും, അതല്ലെങ്കിൽ യൂട്യൂബിലായിരിക്കും. അപ്പോൾ ഈ രണ്ട് സംഗതിയിലും നമ്മൾ സെർച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഏത് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് ചെയ്യുന്നത്, അതിന് ആൾക്കാർ ഏതൊക്കെ രീതിയിൽ സെർച്ച് ചെയ്യും എന്ന് നമ്മൾ വെറുതെ ഒന്ന് ഓടിച്ചു നോക്കുക. അതിനുശേഷം ഈ രണ്ട് സംഗതികളും നമുക്ക് കിട്ടിയ നമ്മൾ ഉദ്ദേശിക്കുന്ന സെർച്ച് കീവേഡുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഗൂഗിളിലും അതേപോലെ തന്നെ യൂട്യൂബിലും സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് സെർച്ച് ബാറിൽ നമുക്ക് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അടിയിലായിട്ട് സജസ്റ്റഡായ ഒരുപാട് കീവേഡുകൾ കാണാൻ സാധിക്കും. അത് ഗൂഗിളിലായാലും ശരി, അതേപോലെ തന്നെ യൂട്യൂബിലായാലും ശരി. അപ്പം നമുക്ക്
ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ആദ്യം ഗൂഗിളിൽ നമ്മൾ ഏത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അത് സെർച്ച് ചെയ്യുമ്പോൾ അതിൽ സജസ്റ്റഡ് ആയിട്ട് വരുന്ന ആദ്യത്തെ 5 കീവേഡുകൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മളുടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ അതൊന്ന് ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ അതേ കീവേഡ് തന്നെ യൂട്യൂബിലും നമ്മൾ സെർച്ച് ചെയ്യുക. അതിലും അതേപോലെ തന്നെ അതിൽ നിന്നും ഫസ്റ്റ് വരുന്ന ഒരു 5 കീവേഡ് അതിൽ നിന്നും നമ്മൾ അത് പേസ്റ്റ് ചെയ്ത് നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നവർക്കും നമ്മളുടെ വീഡിയോ കാണാൻ സാധിക്കും. അതുവഴി സെർച്ച് ചെയ്യുന്നവരിലേക്ക് നമ്മളുടെ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പ്രോപ്പറായ ഓഡിയൻസിനെ കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ എൻ്റെ സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ട്, എനിക്കൊരു വീഡിയോയ്ക്ക് 300 സംതിങ് വ്യൂസേ ഉള്ളൂ. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ സബ്ബൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ട്രിക്ക് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇതിൽ ഇത്രത്തോളം സബ് ലഭിച്ചത്. അപ്പോൾ നമുക്ക് നമ്മളുടെ പ്രോപ്പറായ ഓഡിയൻസിലേക്ക് എത്താൻ സാധിക്കണമെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ പരീക്ഷിച്ചാൽ 100% വിജയമുണ്ടാവും. ജനുവനായ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു വീഡിയോ ചെയ്യുമ്പോൾ ലഭിച്ചോളണം എന്നല്ല, നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോയിലും ഈ ട്രിക്ക് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വീഡിയോ അതിൻ്റെ ഈ കീവേഡുകൾ റാങ്കിങ്ങിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായ ഓഡിയൻസിനെ അതിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ അറിയാത്തവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. ഒരുപാട് ആൾക്കാർ സബില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഈ വീഡിയോ ഒരു ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതി എല്ലാവരും ഈ വീഡിയോ അറിയാത്തവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനലിലുള്ള മറ്റ് വീഡിയോകൾ കൂടി എല്ലാവരും കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അത് യൂട്യൂബ് സംബന്ധമായിട്ടും അതേപോലെ തന്നെ ലോൺ സംബന്ധമായ ലോൺ ആപ്ലിക്കേഷനുകൾ അതേപോലുള്ള വീഡിയോസാണ് ഞാൻ പൊതുവെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കും തുടർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം കാണാൻ സാധിക്കും. എന്നെ പോലെ തന്നെ നിങ്ങളും എന്ത് ചെയ്യണം, നല്ലൊരു രീതിയിലേക്ക് എത്തണം എന്നുള്ള കാഴ്ചപ്പാടോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്.